നാളെ മുതൽ കിള്ളിക്കുറിശി പങ്കജവല്ലി ടോക്കീസിലെ മിന്നിത്തിളങ്ങുന്ന അഭ്രപാളികളിൽ പ്രദർശനം ആരംഭിക്കുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും ഒന്നിക്കുന്നു. നോട്ടീസ് കൊടുക്കണം. ഇടിലം കൊള്ളിക്കുന്ന അത്യുഗ്ര സംഘടന രംഗങ്ങൾ. ഈ ചിത്രത്തിൽ മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരെ കൂടാതെ വിജയ, രാഘവൻ, വാണി, വിശ്വനാഥ് എന്നിവരും അഭിനയിക്കുന്നു. പങ്കജവല്ലി ടാക്കീസിലെ മിന്നിത്തിളങ്ങുന്ന പങ്കജവല്ലി ടാക്കീസിലെ കർത്താവേ, നമ്മള് കളിക്കേണ്ട കിങ് പങ്കജവല്ലി കൊണ്ടുപോയല്ലോ. ഇതെന്നാ ഏർപ്പാടാ? കൊത്തി മുറത്തിക്കറി കൊത്താൻ തുടങ്ങി. സ്തുതിയായിരിക്കട്ടോ. അയ്യോ, അച്ഛനായിരുന്നോ? ഈശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നതാ ഔസേപ്പിച്ച പ്രശ്നം? എന്റെ അച്ഛോ, നമ്മുടെ തിയേറ്ററിൽ ചാർട്ട് ചെയ്തിരുന്ന പടത്തെ പങ്കജവല്ലി കൊണ്ടുപോണു. ഇത് പോക്കരുത്തമല്ലേ അച്ഛോ? ഇതിന് ഭാരപ്പെടുന്നില്ലെങ്കിൽ പുഞ്ചക്കാട് കുരിശക്കൽ ഔസേപ്പിന്റെ പേര് ശാന്തനാവൂ. എന്റെ ഔസേപ്പച്ച, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ പടം വേണേൽ അവള് കളിച്ചോട്ടെ, പക്ഷേ കിങ് എനിക്ക് വേണം. അതല്ല ഔസേപ്പച്ചോ, പണ്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, ഇപ്പോഴത്തെ പടങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെയാ അച്ഛോ. അപ്പൊ ഞാൻ വരട്ടെ. പങ്കജവല്ലി കിങ് കളിക്കുന്ന എനിക്കൊന്ന് കാണണം. നിനക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കൊച്ചാപ്പി, എവിടെ ഉണ്ടെന്ന്? ഞാനിവിടെ ഉണ്ടെന്ന്. ഇങ്ങോട്ട് ഇറങ്ങി പാടാകരുതേ. ഞാനിവിടെ ഉണ്ട് മുതലാളി. പോസ്റ്റ് ഒട്ടിച്ചോണ്ടിരിക്കായിരുന്നു. എടാ, ഇതെല്ലാം കൂടെ പറിച്ച് തിരിച്ചോട്ടിച്ച് അകത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റുള്ളൂ. എടാ, ഇത് പങ്കജവല്ലി കളിക്കാൻ പോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടി ചുരുട്ടി കൂട്ടി പുഴുകി തിന്ന്. എവിടെ വായ നോക്കി? ആര്? തൊമ്മിക്കുഞ്ഞു, ഉണ്ണിക്കുഞ്ഞുവാ? ആർക്കറിയാം. കാലത്തൊരു ജീപ്പിൽ കയറി പോണുണ്ട്. ഇവനൊക്കെ ഏത് നേരത്താണോ എന്തോ. രാത്രിയാകും. അല്ല, തിരിച്ചു വരാനേ. ഗുഡ് മോർണിംഗ് സർ. അനന്തകൃഷ്ണൻ വന്നില്ലേ? ഇല്ല മുതലാളി, അനന്തകൃഷ്ണൻ മുതലാളി വന്നിട്ടില്ല. ഇയാൾ ഇതെവിടെ പോയി കിടക്കുക? അമ്പലത്തിൽ എന്തോ കമ്മിറ്റി ഉണ്ട്, അവിടെ കാണുമെന്ന് ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെന്തേ? അമ്പലത്തിലുണ്ട്. അനന്ത, തന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. താൻ ഈ അമ്പലത്തിൽ കയറി ഇരിപ്പാണോ? ഉത്സവമൊക്കെ വരികയല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ടായിരുന്നു. തീരുമാനിച്ചോണ്ടിരുന്നോ? നാളെ നമ്മുടെ തിയേറ്ററിൽ പടം കളിക്കണേ, വേറെ നോക്കണം. തിയേറ്ററും പടമൊന്നും എനിക്കറിയണ്ട. അന്തസ്സായിട്ട് ബിസിനസ് ചെയ്യാനേ എനിക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് ആ തിയേറ്ററിന്റെ ചുമതല അവന്മാരെ ഏൽപ്പിച്ചത്. എന്നിട്ട് അവന്മാരുടെ കണ്ണും കൂടെ ജീപ്പ് എടുത്തോണ്ട് എങ്ങാണ്ട് പോയിരിക്കുക. എന്താണ് എന്ത് പറ്റി? അടിയോടടി. അടിയോ? ആര് തമ്മിൽ? നിന്ന് വലിക്കാതെ കാര്യം പറ. ഔസേപ്പ് മുതലാളിയുടെ മകനും അനന്ത മുതലാളിയുടെ മകനും തമ്മിൽ പൊലിഞ്ഞാടി. എവിടെ? അവിടെ പുഴക്കടവിൽ. എന്ത് പണ്ടാരാ കാണാൻ നിൽക്കുക? എടാ തൊമ്മിക്കുഞ്ഞെ, കേറി വേണ. എടാ ഉണ്ണി, മര്യാദക്ക് കേറി വരാൻ. എടാ തൊമ്മി കഴുത, നീ ഇങ്ങോട്ട് കേറി വരാനാ പറഞ്ഞേ. മര്യാദക്ക് രണ്ടും കേറി വരാനാ പറഞ്ഞേ. വേണ്ട മുതലാളി, അവിടെ നടത്തി ചേരാണ്. പോയി പിടിച്ച് കേട്ടാ നടത്തേ. തൊമ്മിക്കുഞ്ഞെ, ഉണ്ണിക്കുഞ്ഞെ, കേറി വാ, കേറി വാ. ഇങ്ങോട്ട് നിങ്ങൾ വാങ്ങ്. അച്ഛനമ്മമാര് വിളിക്കണം. ചോറെല്ലി കയറി കുത്തുന്നതാ. സെക്രട്ടറിമാര് ഇങ്ങോട്ട് വേണ. നാണമില്ലടാ തെരുവുപെട്ടികളെ പോലെ കമ്പിത്തല്ലേ. ഞാനല്ല ഈ തൊമ്മിച്ചനാ. അയ്യോ ഞാന്
നിന്റെയൊക്കെ പ്രായത്തില് മഞ്ഞും മഴയും വെയിലും നോക്കാതെ മുണ്ടും പുറുക്കി കൊടുത്ത് മാട് പണിയുന്ന പോലെ കഷ്ടപ്പെട്ടിട്ടാ ഔസേപ്പത്തിന് ഞാൻ ഈ നിലയിലെത്തിയത് അറിയോ? അന്ന് മുതൽ ഇന്ന് വരെ ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടാണ് ഞങ്ങൾ കളിച്ചത്. സുഖവും ദുഃഖവും എല്ലാം ഞങ്ങൾ ഒന്നിച്ചനുഭവിച്ചു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരസ്പരം വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള വാശി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കിട്ടിയ സന്താനങ്ങൾ കൊള്ളാം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കീരിയും പാമ്പിനെയും പോലെ കരപിടി കൂടുന്ന എംബോക്കികൾ. എന്തായിരുന്നടാ ഇന്നത്തെ പ്രശ്നം? എന്താ നാം ഇറങ്ങിപ്പോയോ? അത് പിന്നെ അപ്പച്ച ഈ ഉണ്ണി പറയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കളി ക്രിക്കറ്റ് ആണെന്ന്. അത് അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അച്ഛാ? ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ കളി ഫുട്ബോൾ ആണെന്ന്. അപ്പച്ചൻ അറിയാലോ ഞാനൊരു ജനകീയനായ ക്രിക്കറ്റ് പോലെ ഇത്ര അന്തസ്സുള്ള ഒരു കളി വേറെ ഏതാ ഉള്ളത്? ഈ ഫുട്ബോൾ എന്ന് കേൾക്കുന്നത് തന്നെ നാണക്കേടാ. 22 മണ്ടന്മാര് ഒരു പന്തിന്റെ പുറകെ ഒരർത്ഥവുമില്ലാതെ ഓടുന്ന ഒരു തല്ലിപ്പൊളി കളിയല്ലേ ഫുട്ബോൾ? ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് കേൾക്കുന്നതിന് സ്റ്റൈൽ. ഓ വലിയ സ്റ്റൈല്. ഈ ഫുട്ബോളുകാരുടെ സ്റ്റൈലും സ്റ്റാമിനയും ക്രിക്കറ്റ് ആർക്കൊണ്ടാ? അപ്പച്ചൻ ഇങ്ങോട്ട് ഓക്കെ ഡിഫൻഡർ മിഡ്ഫീൽഡർ കൊടുത്തിട്ട് മിഡ്ഫീൽഡർ ഹെഡ് ചെയ്ത് സെന്റർ ഫോർവേഡിന് കൊടുത്തിട്ട് സെന്റർ ഫോർവേഡ് ഇങ്ങനെ ഗോൾ പോസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് കിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഗോൾ. എടാ നിന്റെ ക്രിക്കറ്റ് എന്താ ചെയ്യണേ? ആദ്യം ബോൾ എടുത്ത് പട്ടി നക്കും പോലെ 5-6 നക്ക് നക്കും. എന്നിട്ട് പാന്റിലിട്ട് 5-6 പ്രാവശ്യം ഉരയ്ക്കും. എന്നിട്ട് ഞൊണ്ടിക്കാലം പട്ടിയെ പോലെ കുണുങ്ങി വന്ന് 3 കുറ്റിയിൽ ഒരു ഏർ. ഒരു മിടുക്കമാണോടാ? എന്ത് മിടുക്ക്? ഇവർക്ക് ക്രിക്കറ്റ് കളിയൊന്നും അല്ല മെയിൻ പണി. ഏത് സമയം പരസ്യചിത്രത്തിൽ അഭിനയിക്കണം. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഐ ലൈക്ക് മാങ്ങ, ഐ ലൈക്ക് ചക്ക, ഐ ലൈക്ക് തേങ്ങ. ഈ അസറുദ്ദീനും സച്ചിൻ ടെണ്ടുൽക്കറും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്രയൊക്കെ കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോ തലതല്ലി കീറുമല്ലോ. രണ്ടിനെ ചൂടിലെടുത്ത് നല്ല പിടപെടക്കണം. കർത്താവേ, രണ്ടിനെ കാശ് മുടക്കി പഠിപ്പിച്ച് വെറുതെ ആയല്ലോ. വിദ്യാഭ്യാസവും ബോധവുമില്ല. വായി നോക്കികള് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്തെങ്കിലും നന്നാകുമെന്ന് കരുതിയാ നമ്മൾ യുവമാർക്ക് ഒരു തിയേറ്റർ ഇട്ട് കൊടുത്തത്. അതുപോലും നേരെ നടത്തിക്കൊണ്ടുപോകാൻ കഴിവില്ലെങ്കിൽ അടച്ചുപൂട്ടി ഗോഡൌൺ ആക്കും ഞാൻ. അത് മാത്രം അച്ഛൻ പറയരുത്. നല്ല അന്തസ്സായിട്ടാ ഞങ്ങൾ തിയേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ അന്തസ്. അവിടെ രണ്ടും തമ്മിൽ തല്ലല്ലേടാ. ഒരുത്തര് മോഹൻലാലിന്റെ പടം കളിക്കണം, ഒരുത്തര് മമ്മൂട്ടിന്റെ പടം കളിക്കണം. എന്താന്ന് വെച്ചാ അപ്പച്ചനല്ല കുപ്പച്ചൻ. രണ്ടും അടിപിടി കൂടി നടന്നു. നാളെ നമ്മുടെ റാക്കീസ് കളിക്കാനിരുന്ന കിങ് പങ്കജവല്ലി കൊണ്ടുപോയി അവളുടെ റാക്കീസ് കളിപ്പിക്കാൻ പോവാ. അതിന് പങ്കജവല്ലി ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. 1 മാസം മുമ്പേ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല തിയേറ്ററിൽ ഡേറ്റ് എഴുതി സ്ലിപ്പ് ഔട്ട് ചെയ്തു. അതൊരു വെള്ളക്കടലാസ് ഒട്ടിച്ചെങ്കിൽ മറച്ചേര്. നാളെ കിങ് കളിക്കാൻ പോകുന്നത് പങ്കജവല്ലി ടാക്കീസ്. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇതെങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കറക്റ്റ്. ഓ എന്തൊരു സ്നേഹം. സ്നേഹം തന്നെ. ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഞാൻ പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കയുടെ മകനാണെങ്കിൽ, ഞാൻ ശ്രീമംഗലത്ത് അനന്തകൃഷ്ണന്റെ മകനാണെങ്കിൽ നാളെ കിങ് ജോസഫ് കൃഷ്ണ ടോക്കീസിൽ കളിച്ചിരിക്കും.